എല്ലാവർക്കും ഇന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ലേൺ വൈസ് ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത്രയും നാളും നിങ്ങൾ കുറെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കുറച്ചൊക്കെ മെന്റേഴ്സുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് മുതൽ നമ്മളിവിടെ ഒഫീഷ്യലി നമ്മുടെ ക്ലാസ്സുകളെന്നല്ല, അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് 9.0 എന്ന രീതിയിൽ നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെഷനിലൂടെ ഫസ്റ്റ് ഡേ നമ്മൾ എല്ലാവരും നമ്മുടെ ബാച്ച്മേറ്റ്സിനെയും അതുപോലെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ബാച്ച്മേറ്റ്സിന് നമ്മുടെ കൂടെ പഠിക്കുന്ന ലേൺ വൈസിൽ പഠിക്കുന്ന എല്ലാ മേറ്റ്സിനെയും നമുക്ക് പരിചയപ്പെടാനും ഒരു ഫണ്ണായിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, വളരെ ഫണ്ണായിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സെഷൻസിൽ കൂടുതൽ ഇഗ്നുവിനെ പറ്റി അറിയാം, നമ്മുടെ സിലബസിനെ പറ്റിയിട്ട് അറിയാം, ലേൺ വൈസിനെ പറ്റി അറിയാം, ലേൺ വൈസ് മെമ്പേഴ്സിനെ പറ്റി അറിയാം, നമ്മുടെ ആപ്പും അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടും അതുപോലെ പ്രൊഫഷണലായിട്ടും മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ആരും സീരിയസ് ആയിട്ടൊന്നും ഇരിക്കേണ്ട. എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മളൊരു ഫസ്റ്റ് ഡേ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന രീതിയിൽ അത്രയും ഫ്രീ ആയിട്ട് തന്നെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ക്യാമറയൊക്കെ വളരെ കുറവാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്യാമറ ഓൺ ആക്കിയവർ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് ഓൺ ആക്കിക്കേ. നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാൻ പോകുന്ന ഒരു സെഷനാണ്, അപ്പൊ ആ രീതിയിൽ കണ്ടാൽ മതി ഇതിനെ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ മെന്ററൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നസ്രീൻ മാം ഉണ്ട്, അതുപോലെ എന്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് സെഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത് ഹന മാം ആണ്, സൈക്കോളജിയുടെ തന്നെ. അപ്പൊ അതിന് മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കുറച്ച് പേർക്ക് എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ. എന്റെ പേര് സുനീറ എന്നാണ്, ലേൺ വൈസിൽ ഫാക്കൽറ്റി കം മെന്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ തന്നെ ഇന്നലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്ററും അതുപോലെ നമ്മുടെ മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതായത് ലേൺ വൈസ് ഓറിയന്റേഷൻ 9.0 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ ഒരു 3 വേർഡും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, അതുപോലെ ഇന്റഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ വർഷത്തെ തീമാണത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരും അത് എന്താ കാര്യം എന്നൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഈ വർഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേണി ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഡിഗ്രിയുടെ ജേണി, UGയുടെ ഒരു ജേണി, സൈക്കോളജിയിൽ സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്പാർക്ക് ഉണ്ട് അല്ലെ. പലരും ഇപ്പം പല സാഹചര്യത്തിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, പല കാരണങ്ങളും കൊണ്ടായിരിക്കും സൈക്കോളജിയിൽ ഒരു ഡിഗ്രി എടുക്കാമെന്ന രീതിയിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള എന്തൊരു ഉദ്ദേശമാണോ, ലക്ഷ്യമാണോ, നിങ്ങളുടെ ഗോളാണോ, ആ ഒരു ഗോളിനെ നിങ്ങൾ ആദ്യം ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യിച്ചെടുക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസിനെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒക്കെ ഒന്ന് സ്പാർക്ക് പോലെ ഒന്ന് എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ ഐഡിയാസിനെയൊക്കെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്ത് വരിക. അതേപോലെ തന്നെ അതിലേക്ക് കൂടുതൽ നമ്മുടെ സപ്പോർട്ടോട് കൂടെ അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ക്ലാസ്സുകളോട് കൂടെ ഇവിടുത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട് അല്ലെ. ഭയങ്കര നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മെന്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ നമ്മുടെ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് വരാനുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസും നിങ്ങളുടെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളെയും ഒക്കെ പുറത്തെടുക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതോടെ നമ്മൾ ഇപ്പൊ പറയാണ്, കാരണം വെറുതെ ഒരു കുറച്ച് ക്ലാസ്സുകൾ കാണുക, കേൾക്കുക, അതിനുശേഷം എക്സാംസ് എഴുതുക, ഫസ്റ്റ് ഇയർ കഴിയുന്നു, സെക്കൻഡ് ഇയർ കഴിയുന്നു, അതിന്റെ ഇടയിൽ കുറെ അസൈൻമെന്റ്സ് എഴുതുക, ഇത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇടയിൽ ചെറിയ തോതിലെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്, ഓൺലൈൻ പഠനങ്ങളാണെങ്കിലും ചെറിയ തോതിലെങ്കിലും നമുക്കും ഒരു കോളേജിന്റെ എക്സ്പീരിയൻസ് ആ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുക എന്നൊരു ഉദ്ദേശം കൂടെ നമുക്കുണ്ട്. ഇന്നവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇതിനെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക്, സൈക്കോളജിയുടെ ഡിഗ്രി, അതിലൂടെ മുന്നോട്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സപ്പോർട്ടുകളും അതിന്റെ പ്ലാറ്റ്ഫോമും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ വർഷത്തെ ഒരു തീമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട സൈക്കോളജിയുടെ മെന്റർ ആയിട്ടുള്ള ഹന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, ഓവർ ടു യു. താങ്ക് യു സുനീറ മാം. സുനീറ മാം നമുക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നിട്ടുണ്ട്. എല്ലാരും അതുകൊണ്ട് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് നമ്മളുടെ ഈ ഫസ്റ്റത്തെ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത് അല്ലെ. നോട്ട് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെന്നും പേപ്പറൊന്നും ഈ സെഷനിൽ വേണ്ട കേട്ടോ. വെറുതെ നമ്മളൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പോൾ എന്റെ പേര് ഹന എന്നാണ്. ഞാൻ ഇവിടെ സുനീറ മാം പറഞ്ഞതുപോലെ തന്നെ ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ഞാനും സുനീറ മാമും അല്ലാണ്ട് നമുക്ക് അനുഷ്യ മാം ഉണ്ട്, നസറീൻ മാമും ഉണ്ട് നമ്മളെ കൂടെ. അപ്പൊ ഞാൻ എല്ലാരെയും മെന്റേഴ്സിനെയും നമ്മൾ ലേണേഴ്സിനെയും എല്ലാരെയും ഞാൻ ഈ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ നമുക്ക് ഫസ്റ്റത്തെ ഓറിയന്റേഷൻ സെഷൻ, നമുക്ക് ഓറിയന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ എന്താണ് സ്റ്റഡീസിനെ പറ്റി പറയാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സെഷൻ ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അതല്ല,
ഇത് ഫസ്റ്റത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഇൻഫോർമൽ സെഷൻ ആണ്. സാധാരണ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. സാധാരണ നമ്മളൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് തന്നെ ഉണ്ടാവുക? ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ എല്ലാവരെയും പരിചയപ്പെടുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എവിടുന്ന് വരുന്നതാണ്, എന്താണ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുകയാണ് ഇവിടെ. ഏകദേശം ഒരു ക്ലാസ്മേറ്റ്സ് തന്നെയാണ് അല്ലെ, ബാച്ച്മേറ്റ്സ് ആണ് സുനീറ മാം പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറിയാണ്. നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സെഷനിലുള്ളൂ. ഇനി അങ്ങോട്ടുള്ള സെഷൻസ് ഇതുപോലെയല്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള നമുക്കൊരു 10 സെഷൻസ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള സെഷൻസ് ഒക്കെ ഫോർമൽ ആയിട്ട് നമ്മളെ സിലബസ് പറ്റി, കാര്യങ്ങളെ പറ്റി അറിയാനും, നമ്മളുടെ ലേൺ വൈസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. പലരും ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നുണ്ടാവുന്നത്. ആദ്യമായിട്ട് ഡിജിറ്റൽ ലേണിംഗ് ഒക്കെ തുടങ്ങിയ ആൾക്കാരായിരിക്കും. നമ്മൾ ബുക്ക് വെച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇത്രയും നാളും. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഡിജിറ്റൽ ലേണിംഗിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കൺഫ്യൂഷനും ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക, എനിക്കിത് പറ്റുന്നുണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ഈ ഓറിയന്റേഷൻ സെഷനിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ സെഷൻ മുതൽ എല്ലാ സെഷൻസിലും ലൈവായിട്ട് തന്നെ ഓൺ ടൈമിൽ നമ്മൾ ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഏകദേശം എല്ലാവരും ജോയിൻ ആയിട്ടുണ്ട്. കുറെ പേരൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ബാക്കിയുള്ളവരും കൂടി വീഡിയോയിലേക്ക് വരിക. നമുക്കൊരു ഇങ്ങനെ തന്നെ നമുക്ക് കണ്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അല്ലെ. ഒരു വിർച്വൽ എന്നുള്ള രീതിക്കുള്ള അധികം തടസ്സങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെന്നെ സംസാരിക്കാം. അപ്പോ നിങ്ങള് ആദ്യമായിട്ട് ഞാനിങ്ങനെ നിങ്ങൾ വിളിക്കുന്നില്ല, നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നമ്മൾ കുറച്ച് അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് കടന്നു വരിക. ഇങ്ങനെ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന് ഏതാണ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു BA സൈക്കോളജിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പേര് വിളിക്കണ്ട, ആരെങ്കിലൊക്കെ ആയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് കടന്നു വരാം. ആരാണ്? വിനീത. വിനീത വരൂ. വിനീത പറയൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. കറന്റ്ലി ഇപ്പൊ ചെന്നൈയിലാണ്. ഹസ്ബൻഡിന്റെ വർക്ക് ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ചെന്നൈയിൽ ഒരു 5 years ആയി. സൈക്കോളജി പഠിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു വിനീത. വെൽക്കം ടു ലേൺ വൈസ് എനിവേ. താങ്ക് യു. നീ ആരാണ്? സൈക്കോളജിയോടുള്ള ഇഷ്ടം തന്നെയാണ്. കൗൺസിലിംഗ് രംഗത്തേക്ക് ഇറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു യമുന. എൻ്റെ പേര് ഷിജ. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. വർക്ക് ചെയ്യുന്നുണ്ട്, ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സൈക്കോളജി ഇഷ്ടമായതുകൊണ്ട് സൈക്കോളജി എന്താന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒത്തിരി വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ 43 year old ആയി. അത് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് അല്ലേ, ഏജ് ഒരു പ്രശ്നമല്ല, അത് ഒരു നമ്പർ മാത്രമാണ്, നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കും അല്ലേ. താങ്ക് യു ഷിജ, താങ്ക് യു. നെക്സ്റ്റ്. ഹലോ, എൻ്റെ പേര് ബീന എന്നാണ്. ബീന കുഴ്ശി. കോട്ടയം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കും സൈക്കോളജിയോടുള്ള ഒരു വലിയ താല്പര്യം കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൗൺസിലിംഗ് കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ 43 അല്ല 53 ആയി. സോ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ്. സോ ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എത്ര വേണേലും എല്ലാവർക്കും ഏത് ഏജിലും പഠിക്കാമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. സോ ഞാനും ആ ഒരു വലിയൊരു വിശ്വാസത്തോടു കൂടി ഇറങ്ങി തിരിച്ചേക്കുകയാണ്. അതുകൊണ്ടോ എനിക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു ബീന. എന്തായാലും നമ്മളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ്. ഹായ് എവരിവൺ. ഹായ്. എൻ്റെ പേര് ജാക്സൺ. ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യാണ്, ഇവിടെ എടപ്പള്ളിയിൽ. നാട് കോട്ടയമാണ്. സൈക്കോളജി പഠിക്കുക എന്നുള്ള ഒരു തീരുമാനം എത്തിപ്പെട്ട ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളാണ്. സോ നമുക്ക് എന്താ പറയാ, കുറച്ച് സ്കില്ലുകൾ വളർത്തിയെടുക്കുക. മറ്റൊരാളെ സൈക്കോളജി എൻ്റെ അറിവ് വെച്ചിട്ട് നമുക്ക് നമ്മൾ എതിര് നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നോക്കുമ്പം ഇന്നോവേറ്റീവ് ആയിട്ട് അല്ല സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അതിനെ എന്താ പറയാ ഊർജപ്പെടുത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നതാണ്. ആൻഡ് എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു ജാക്സൺ. ശരണ്യ. ശരണ്യ പറയും.
ആ, ഞാൻ വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട്. അപ്പോൾ ഞാൻ TTC +2 കഴിഞ്ഞിട്ട് TTC, പിന്നെ PSC കോച്ചിങ്ങിന് പോയിട്ട് പിന്നെ എന്താണ് വർക്ക് ചെയ്യാണ്. ഇപ്പോ 8 വർഷമായി ജോലിയിൽ കയറിയിട്ട്. അപ്പോ ഒരു ഡിഗ്രി വേണമെന്ന് തോന്നി. ഡിഗ്രി അതേപോലെ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു. പിന്നെ ചെയ്യലുണ്ടായില്ല. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റുഡന്റ് സൈക്കോളജി ഞങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, TTC പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഡിഗ്രി വേണമെന്ന് ഇങ്ങനെ തോന്നി. എല്ലാവരും ഇങ്ങനെ പിന്നെ നമുക്ക് ഒന്നും അപ്ഡേറ്റ് ആവാനും എല്ലാത്തിനും കൂടി പഠനമൊക്കെ ഇപ്പൊ അന്ന് നിർത്തി വെച്ചതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം എന്ന് തോന്നി ആദ്യം. ഡിഗ്രി ഹസ്ബൻഡും ഇപ്പൊ ഒന്ന് ചെയ്യുന്നുണ്ട് അതേപോലെ. അപ്പൊ കൂട്ടത്തിൽ കൂടി എന്നോട് പറഞ്ഞു എന്നോട് കൂടി ഒന്ന് ചെയ്തോളാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യാണ് ഇപ്പൊ. ഹസ്ബൻഡ് ഡിപ്ലോമ കോഴ്സാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ സൈക്കോളജി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സൈക്കോളജി ഇഷ്ടമാണ്. പഠിക്കുന്ന കാലത്തെ സൈക്കോളജി ഇഷ്ടമായിരുന്നു. സൈക്കോളജിയും പിന്നെ ഹിസ്റ്ററിയും ഇഷ്ടമാണ്, രണ്ടും കൂടി. അപ്പൊ ഞാൻ ഇതില് ഞാൻ പരിചയപ്പെട്ടത് സജ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെ ഞാൻ പരിചയപ്പെട്ടെ. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കമ്പനിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് അവരുമായിട്ട് ഇങ്ങനെ കുറെ സംസാരിച്ച് കേൾപ്പോഴത്തേക്ക് സൈക്കോളജി ഏതെടുക്കണം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതേപോലെ വെറുതെ ഇതിലത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഹിസ്റ്ററിയെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി എനിക്ക് എന്താണ് പറ്റും എന്ന് തോന്നിയത് സൈക്കോളജിയാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് സൈക്കോളജി സെലക്ട് ചെയ്തു. ഓക്കെ, ചെയ്യണമെന്ന് കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്തായാലും. ഓക്കെ. ഓക്കെ, താങ്ക് യു ശരണ്യ. നെക്സ്റ്റ്. ഹായ്, ഐ എം സ്മിജ. ഞാൻ ഷൊർണൂരിൽ നിന്നാണ്. ഞാൻ ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് KG സെക്ഷൻ. സൈക്കോളജിയുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്. ഓക്കെ സ്മിജ, താങ്ക് യു സ്മിജ. ഹലോ, കേക്കുന്നു? I'm യെസ്. I'm ജുമാന. ഞാൻ നാട്ടില് പാലക്കാടാണ്. ഇപ്പോ ഒരു 3 വർഷമായിട്ട് സൗദിയിലാണുള്ളത്. ആൻഡ് +2 കഴിഞ്ഞിട്ട് BSc ഒപ്റ്റോമെട്രിക് ജോയിൻ ചെയ്തു. പക്ഷെ കുറെ കാരണങ്ങളാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതുപോലൊരു ഡിഗ്രി എടുക്കണം എന്ന് വന്നപ്പോൾ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതൊരു വലിയൊരു കടമ്പ തന്നെയായിരുന്നു. ലാസ്റ്റ് സൈക്കോളജിക്ക് എത്തി. അപ്പോഴും അറിയണ്ടായിരുന്നില്ല എന്താണ് ഏതാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോ ഇത് അറിയാൻ വേണ്ടിയിട്ട് 2-3 വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഭയങ്കര ഒരു ഇതിന് ശേഷം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അറിയില്ല നേടാൻ പറ്റുമോ ഇല്ലേന്നൊന്നും. പക്ഷെ ഞാൻ എന്തായാലും ആത്മാർത്ഥമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും ഇൻഷാല്ലാ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജുമാന. നെക്സ്റ്റ്. ഹായ് മാം. ഹായ്. ഹായ് അനു. ഹായ് മാം. എൻ്റെ പേര് അനഘ എന്നാണ്. എറണാകുളത്താണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു IT എഞ്ചിനീയർ ആണ്. ഇപ്പൊ ഒരു 1 year ഓൾഡിന്റെ മദറാണ്. അപ്പൊ എനിക്ക് ഒരു മെറ്റേണിറ്റി ഗ്യാപ്പ് വന്നു. അപ്പൊ ഞാൻ സൈക്കോളജി ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് പഠിക്കാൻ സെലക്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു അനു. ഹായ്. ഹലോ. ഹലോ. ഞാൻ ശബ്നം. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. പക്ഷെ ഇപ്പം ദുബായിലാണ് ഒരു 3 years ആയിട്ട്. അപ്പം ഇവിടെ ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഉള്ള കുട്ടികളുടെ കൂടെ. അപ്പം അങ്ങനെ ആ ഒരു ഏരിയയിൽ എത്തിയോണ്ട് അപ്പം വിചാരിച്ചു ഒരു സൈക്കോളജി ഡിഗ്രി എടുത്താലോ. ഞാനൊരു BCA ഒക്കെ കഴിഞ്ഞിരുന്നു, കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒരു പ്രോജക്ട് സബ്മിഷൻ ലേറ്റ് ആയത് കാരണം പിന്നെ കല്യാണം ഫാമിലി ഒക്കെ ആയിട്ട് പിന്നെ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പ്രോജക്റ്റ് ഒന്നും. അപ്പം ഡിഗ്രി അവിടെ നിന്നുപോയി. പിന്നെ ഫാമിലിയിൽ കുറെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് ജോലിക്ക് കയറിയപ്പം ഒന്നുകൂടെ വൈ ഡോണ്ട് ഐ ഫിനിഷ് ദ ഡിഗ്രി എന്നുള്ള പോലെ തോന്നിയപ്പോഴാണ് ഈ ഒരു കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലും കൂടെ ആയപ്പം കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി ഈ സൈക്കോളജി പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. നൈസ് ടു മീറ്റ് എവ്രി വൺ. താങ്ക് യു ഷബ്നം. ആരും സംസാരിച്ചായിരുന്നു. ഹായ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഷഫീഖ് ആണോ? അതെ. എന്റെ പേര് ഷഫീഖ് എന്നാണ്. ഞാൻ നാട്ടിലെ കോട്ടയം എരുമേലിയാണ്. ഇപ്പം തൊടുപുഴയാണ്. ഇപ്പൊ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് താമസം. ഇപ്പൊ ഒരു 13 വർഷമായിട്ട് ഖത്തറിലാണ്. പണ്ട് BSc ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, പ്രവാസിയാവേണ്ട വന്നു.
അപ്പം അങ്ങനെ വന്നിട്ട് ഇപ്പം ഒരു മോനുണ്ട് 7 വയസ്സുള്ള. ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു ഡിഗ്രി വേണം എന്ന് തോന്നിയപ്പം അങ്ങനെ എടുത്തതാണ്. പിന്നെ അത്യാവശ്യം ആളുകളോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ സൈക്കോളജിയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ട് ഇത് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു ഷഫീഖ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് ഹലോ ഗെയിമിൽ പോയാലോ? അങ്ങനെയാണെങ്കിൽ എല്ലാരും ഒന്ന് ഉഷാറാവട്ടെ അല്ലേ? ആരും ഹലോ ഹലോ പറഞ്ഞ അതിന്റെ ഇടയിൽ അതാരാ? കേക്കാം. ഞാൻ എലിസബത്ത് ആണ്. എലിസബത്ത്. എന്റെ പറഞ്ഞു. പേര് എലിസബത്ത് ജോൺ. അതെ. ഞാൻ കോട്ടയത്തു നിന്നാണ്, കോട്ടയം പാമ്പാടി. ഞാൻ ഓൾറെഡി ഒരു കൗൺസിലർ ആണ്. സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. അതിന്റെ കൂടെ ഇപ്പം എനിക്ക് സൈക്കോളജിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ അറിയണം, കുറച്ചും കൂടെ ആ ഒരു മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ നന്നായി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി ഇറങ്ങിയത്. ഞാനൊരു 3-4 ടൈപ്പ് ക്രിമിനോളജി, അതുപോലെ 3 അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു ഡിഗ്രിയും കൂടെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഹെൽപ്ഫുൾ ആവും എന്റെ പ്രൊഫഷൻ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് തിരിച്ചത്. ഞാൻ ഈ ഒരു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ ചില കുറച്ചുള്ള കോഴ്സുകൾ, ഇങ്ങനെ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ അപ്പം ഒരു 5 ഇയേഴ്സ് തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. മക്കളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. എനിക്കൊന്ന് ഈ ഒരു ഡിഗ്രിയും കൂടെ എടുക്കണം. ബിക്കോസ് ഇപ്പൊ ഒരു 4 ഇയേഴ്സ് കോഴ്സ് ആണല്ലോ, 3 ഇയേഴ്സ് കോഴ്സ് അല്ലല്ലോ ഇപ്പൊ ഡിഗ്രി. 4 ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ, എന്റെ മോള് ഡിഗ്രിക്ക് പഠിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് 4 ഇയേഴ്സ് കോഴ്സ് എടുത്താൽ ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. നമുക്ക് തുടർ പഠനത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു PhD ഒക്കെ എടുക്കാനായിട്ട് വലിയ പാടൊന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ലേൺ വൈസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും, അതെനിക്ക് മനസ്സിലായി. ഞാൻ കാരണം കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ലേൺ വൈസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാം കേട്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ലേൺ വൈസ് ഇത് ഫിനിഷ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. താങ്ക്സ്. താങ്ക് യു എലിസബത്ത്. അപ്പൊ നമുക്ക് കുറെ പേരെ നമ്മൾ പരിചയപ്പെട്ടല്ലേ. പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഫൺ ആക്ടിവിറ്റി ആയാലോ? എന്ത് പറയുന്നു എല്ലാരും? ഓക്കെ ആണോ? പറയൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഗെയിം നമുക്ക് കളിക്കാം. അപ്പൊ ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ അല്ല? അപ്പൊ ഇത് നമുക്ക് യെസ്, നമ്മളൊരു മൂവി ഗെയിമാണ്. ഒരു മിനിറ്റ്. ഇതിൽ നമ്മൾ സെഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള സെഷന്റെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, മൂവീഡ് എന്ന് പറയുന്ന ഗെയിമാണ്. അതായത് നമ്മൾ ചില ഡയലോഗ്സ്, നിങ്ങൾ എല്ലാവരും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ സിനിമ ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കില്ലേ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ, സുനിറ മാം എന്താണ് പറയുന്നത്, ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം അല്ലേ ആൻസർ? അല്ലെങ്കിൽ പറഞ്ഞോട്ടെ, അതാണ് നല്ലത്. പറഞ്ഞാൽ മതി. നിങ്ങൾ എല്ലാവരും ഒന്ന് തുള്ളി ഒന്ന് നിൽക്കുക. നമ്മളെ ഒരു പഴയ മൂവീസ്, പുതിയ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ്. അതെ, നമ്മൾ നിത്യജീവിതത്തിൽ ശീലമാക്കിയ ചില ഡയലോഗുകൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അപ്പൊ ആ ഡയലോഗ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതാ ഫിലിം എന്നുള്ളത് നിങ്ങൾ ഒച്ചത്തിൽ വിളിച്ച് പറയണം. ഓക്കെ അല്ലേ? കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഏതാ ഫിലിം? പറയൂ. ഗോദം. അതാരാ പറഞ്ഞേ? വിനീത ആണോ? സ്മിജ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഗോദ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേഗം പറയണം, എന്നാലേ നമുക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, മൈ ഫോൺ നമ്പർ ഈസ് രാജാവിന്റെ മകൻ. അതാരാ പറഞ്ഞേ? ക്ലിയർ ആവുന്നില്ല. ജാക്സൺ. യെസ്, ജാക്സൺ. ഫിലിമിന്റെ പേര് രാജാവിന്റെ മകൻ. ഓക്കെ, ഒരു മിനിറ്റ്. രാജാവിന്റെ മകൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയാം അല്ലേ? പെട്ടെന്ന് പറയാം. ഓക്കെ,
യോധ. യോധ. യോധ യോധ. യോധ എല്ലാരും പറയുന്നുണ്ട്. ഓക്കെ. തലേണമന്ത്രം തലയണ മന്ത്രം ആണോ ആണോ വടക്ക് ആണോ നോക്കി യന്ത്ര? വടക്ക് നോക്കിയിട്ടാണ് വന്നത്. വടക്ക് നോക്കി വടക്ക് യന്ത്ര. നോക്കി യന്ത്ര. എലിസബത്ത്. എലിസബത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. തലയാണ മന്ത്രം ഏകദേശം ഇതേ തീമാണ് അല്ലേ? അതെ അതെ. അതെ 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 സെയിം ടീം. നാടോടിക്കാറ്റ്. 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 ഉറപ്പാണോ? അതെ അതെ അതെ. അതെ അതെ. അക്കരെ 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 ആണോ? അല്ല, നാടോടിക്കാറ്റല്ലേ? അല്ല എല്ലാത്തിനും അതിന് നാടോടിക്കാറ്റാ. നാടോടിക്കാറ്റാണ്. തെക്കൻ ഭാഗമാണ് അക്കരെ അക്കരെ. രാവണപ്രഭു. രാവണപ്രഭു. നടേശ കൊല്ലണ്ട. രാവണപ്രഭു. രാവണപ്രഭു കറക്റ്റ് ആണ്. രാജമാണിക്യം. രാജമാണിക്യം. ആണോ? ഉറപ്പാണ്? രാജമാണിക്യം കറക്റ്റ് ആണ്. ഇത് തലേണമന്ത്രം. തലയണമന്ത്രം. ഇത് Yes. തലയണമന്ത്രം. തലേണമന്ത്രം. അത് തലയാണ മന്ത്രം കറക്റ്റ് ആണ്. നമ്മൾ ഫിലിമിൽ വളരെ അപ് ടു ഡേറ്റ് വളരെ നോളജബിൾ ആണല്ലേ? എല്ലാരും ഒന്നിനൊന്ന് ആൻസർ പറയണ്ടല്ലോ. ഇതാണ് നമ്മളൊരു ഗെയിം, ഫസ്റ്റത്തെ ഗെയിം. എങ്ങനെയുണ്ട് നമ്മളെ ഗെയിം? വെരി നൈസ്. Engage. നന്നായിട്ടുണ്ട്. ആണല്ലേ? നമുക്ക് ഇനിയും ഗെയിം ഉണ്ട്. ഇനി ബാക്കി കുറച്ച് പേരെയും കൂടി നമ്മൾ പരിചയപ്പെടാനുണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ വേണ്ടി വരണം. ഇവിടെ ക്യാമറ ഓഫ് വളരെ സിമ്പിൾ ചെയ്ത് ആയി പോയി തോന്നുന്നു അല്ലേ മാം ഈ ഒരു ഗെയിം? സിമ്പിൾ ആയി പോയി. അതാണ് എനിക്കും തോന്നുന്നു. കുറച്ചും കൂടി ടഫ് ആയിരുന്നു കൂടെ. നമ്മൾ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇവരെ. അതെ അതെ. അതെ Don't underestimate. അതെ അതെ. ഇനി അടുത്ത ആള് കുറച്ച് വരട്ടെ. അടുത്ത ആള് വരട്ടെ. അടുത്ത ഗെയിം ഉണ്ട്. നിങ്ങള് പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നെക്സ്റ്റ് കുറച്ച് നല്ല ഗെയിം കൂടി വരാനുണ്ട്. പേര് വിളിക്കണോ? ഹലോ ഹലോ പറ. ഹസ്ന അല്ലെ? ഹസ്ന. ഞാൻ ഹസ്ന, കാലിക്കറ്റ് ആണ്. അപ്പം സൈക്കോളജിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സൈക്കോളജി ഒന്ന് ഡിഗ്രി എടുക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായത്. കുറെ നാളായി സൈക്കോളജി ഒന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ലേൺ വൈസിന്റെ ഇത് യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടപ്പോ ലേൺ വൈസ് തന്നെ നല്ലത്. കുറെ ഞാൻ വേറെ ഇതൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷെ പിന്നെ ലാസ്റ്റ് ലേൺ വൈസ് തന്നെയാണ് നല്ലത് തോന്നി ലേൺ വൈസ് ചേർന്നു. ഓക്കെ ഹസ്ന, താങ്ക് യു. നെക്സ്റ്റ്. കേൾക്കുന്നുണ്ടോ? കേക്കാം. സാൻജോ ഡ്രൈവിംഗ് ആണോ? അല്ലല്ല, ഞാൻ പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഓക്കെ. എന്റെ പേര് സാൻജോ. ഞാൻ നേറ്റീവ്ലി തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഞാനൊരു ഓൺടർപ്രണർ ആണ്. അപ്പോ 10 വർഷമായി. 10 വർഷത്തിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയപ്പോ കുറെ ഫിലോസഫിയും സൈക്കോളജിയൊക്കെ പഠിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ലൈഫിനെ പഠിപ്പിച്ചു. അപ്പൊ പിന്നെ ഞാനത് ഫോർമലി പഠിക്കാമെന്നുള്ളൊരു ഇന്റൻഷനിലാണ് ഇത് ചൂസ് ചെയ്തത്. താങ്ക് യു സാൻജോ. നെക്സ്റ്റ്. ഹലോ മാം. ഹലോ മാം. പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പേരെന്താ? എന്റെ പേര് മൂസിന എന്നാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് സ്ഥലം. BA സൈക്കോളജി പഠിക്കാനുള്ള കാരണം എന്റെ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം കാരണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഇതുകൊണ്ട് സൈക്കോളജി എടുത്തു. പിന്നെ സൈക്കോളജി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു മുഹ്സിന. വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ആരാ? ഹലോ നിഷിതയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തുടങ്ങി വെച്ചതായിരുന്നു. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആസ് യൂഷ്വൽ ഇഷ്യൂസ്, വീട്ടിലത്തെ ഇഷ്യൂസും കാര്യങ്ങളും. മക്കള് 4 പേര്. മൂത്ത മോൾ ഡിഗ്രി, സെക്കൻഡ് മോൾ +1, തേർഡ് 9th, 4ാമത്തെ കുട്ടി 4 വയസ്സ്. എനിക്ക് സുനീത മാംക്ക് എന്നറിയാം. ഷീസ് മൈ മെന്റർ. സോ ഇക്കൊല്ലം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്തേക്കുന്നത്. ഐ ഹോപ്പ് I will be able to fulfill that. So this is Nishida from Guruvayur. Okay, thank you, Nishida.
Yeah. ഹായ്, ഞാൻ ബനില. എൻ്റെ വീട് ഫോർട്ട് കൊച്ചിനാണ്. ഞാനൊരു ഡിസൈനറാണ്. സോ ഒരു 2-3 years ago ഞാൻ കുറച്ച് ജോർഡൻ പീറ്റേഴ്സ് ആൻഡ് മാർക്ക് മാൻസൺ ബുക്സ് ഒക്കെ വായിച്ചു. അപ്പം അങ്ങനെ എനിക്ക് സൈക്കോളജി പഠിക്കണം എന്ന് തോന്നി. So അങ്ങനെ ചോയ്സ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു ബെനില. ഹായ്. ഹലോ, ഹായ്. ഐഫോണിനെ കാണുന്നുള്ളൂ, പേര് കാണുന്നില്ല കേട്ടോ. പേര് പറയൂ. ആരാ? പേരെന്താ? ഐഫോൺ എന്നാണ് കാണുന്നത്. എൻ്റെ പേര് നിവേദ്യ. ഞാൻ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആൻഡമാനിൽ. പിന്നെ സൈക്കോളജിനെ വീഡിയോ ഒന്ന് കുറിച്ച് വീഡിയോ ഒന്ന് ഓൺ ആക്കാം. നിവേദ്യ പ്ലീസ് വീഡിയോ ഓൺ ചെയ്യാമോ? ഹായ്. അപ്പോൾ ഞാനിവിടെ ആൻഡമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് ജോയിൻ ചെയ്തതാ. എന്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നുകൂടെ പറയാമോ? ഇവിടെ എല്ലാരും ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ഞാൻ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം. അടിപൊളി, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ജോബാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചത്. എവിടെയാണ് ഈ ഡൈവിംഗിന്റെ സ്ഥലം? എവിടെ പറഞ്ഞേ? ആൻഡമാനില്. ആൻഡമാൻ. ഓക്കെ, നൈസ്. നെക്സ്റ്റ്, താങ്ക് യു. നേരത്തെ ഒരാള് നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ആരാ? ഒരു നമ്പർ കാണുന്നുണ്ട്. ഹായ്. ഹായ്. ഹായ്, ആ പറഞ്ഞോളൂ, കേക്കാം. എൻ്റെ പേര് നിഷി. ദുബായിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ലാസ്റ്റ് മക്കളൊക്കെ വലുതായി, ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ജോയിൻ ചെയ്ത് ഇൻഷാല്ലാ നന്നായി പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഓക്കെ നിഷി, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? അല്ലെ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് മൂവ് ചെയ്യണോ? നേരത്തെ ഒരു നമ്പർ നേരത്തെ പറയണ്ടായിരുന്നു അതിന്റെ ഇടയില്. അതാരാ? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഹലോ മാം. യെസ്, ഷെബിൻ. ഓക്കെ. മാം, എൻ്റെ പേര് ഷെബിൻ, കോഴിക്കോട് നിന്നാണ്. ഞാനിപ്പം സൂര്യ ഫാർമസിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ MTTC ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോണ്ടിസോറിൻ്റെ. ഇപ്പം ഞങ്ങൾക്ക് ലെസൺ പ്ലാനും അതേപോലെ വൈവിയും എക്സാമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ KCTTയുടെ ട്രഷററായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് ഒന്നാമത് ഇപ്പം ഈ സൈക്കോളജി എടുക്കാൻ കാരണം തന്നെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. കാരണം ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടെങ്കിലും കേൾക്കാൻ ചെവികളില്ല എന്നുള്ളതാണ്. അപ്പം നല്ലൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു മെന്റർ, ഒരു കൗൺസിലേഴ്സ് ആവാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുകയും എവിടെയോ ബ്ലോക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് റീഓപ്പൺ ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതും കൂടാതെ ഈ MTTC എടുത്തിട്ടുള്ളൊരു നല്ലൊരു സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് LD, ഈ സൈക്കോളജിന്റെ ഇത് കഴിഞ്ഞിട്ട് LD എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റി അതേപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കുറെ കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും കൂടി തോന്നുന്നുണ്ട്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ സൈക്കോളജി എടുത്തിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷെബിൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിലേക്ക് പോയാലോ? എന്ത് പറയുന്നു എല്ലാരും? ഓക്കെ. ഓക്കെ, അങ്ങനെയാണ്. ഉഷാറാവട്ടെ അല്ലേ? അതെ, ഒന്ന് ഉഷാറാവട്ടെ. അതെ, ഓക്കെ, ഒരു ഗെയിമിലേക്ക് പോവാം നമുക്ക്. ഒരു മിനിറ്റ്. മാക്സിമം ആളുകളെ വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. മാം, നമുക്ക് ലാസ്റ്റ് ഗെയിമിലേക്ക് പോകണോ? അല്ലെങ്കിൽ പേര് ഒന്ന് എല്ലാരും ഒന്ന് വായിക്കേ. ഡീകോഡ് ആൻഡ് ഡിസ്കവർ ലോഗോസ് ആൻഡ് ഷോർട്ട് ഫോം ചലഞ്ച്. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ ഗെയിം എന്നുള്ളത് അല്ലേ? അതായത് നമ്മള് ചില ലോഗോസ് നിങ്ങൾക്ക് കാണിച്ചു തരും. വീണ്ടും ഇതൊരു സിമ്പിൾ ആയി പോകുന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. ഏകദേശം നിങ്ങൾ മനസ്സിലായത് കൊണ്ട് തന്നെ. ഓക്കെ, എനിവേ നമുക്ക് കുറച്ച് ലോഗോസ് എംബ്ലംസ് കാണിച്ചു തരും. അത് ഏതിൻ്റെതാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, ചാറ്റ് പറയണം. എല്ലാവരും ഓൺ ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ഓക്കെ. അപ്പൊ ഇതാ ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ ആ ലോഗോ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ പറയാ, എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരാ പറയുന്നത് നമുക്ക് നോക്കാം. തുടങ്ങാം അല്ലേ? അല്ലേ? തുടങ്ങാം മാം, തുടങ്ങാം. ഓക്കെ നെറ്റ്ഫ്ലിക്സ്. പഠിക്കണമെന്നില്ല. ആ സാരില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇത് വന്നോളൂ. ഓക്കെ, സാരില്ല. ഫസ്റ്റ് ഒന്ന് സിമ്പിൾ ആക്കിയതാണ്. പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നെക്സ്റ്റ് പറഞ്ഞോ. ആധാർ. ആധാർ. ആധാറാണല്ലേ? വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ആധാർ. ഓക്കെ, ആധാർ കറക്റ്റ് ആണ്. നമുക്ക് വേറെ വല്ല ഗെയിംസ് ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല എന്നല്ലേ? ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല, അതാണ്. ഓക്കെ, പറഞ്ഞോ. SBI. ബാങ്ക് ഓഫ് ഇന്ത്യ SBI. കറക്റ്റ് ആണ്. ഇത് വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലേ? കൊറേ ആൻസേഴ്സ് വരണ്ടേ, എന്നാലും രസം ഉണ്ടാവും. ഓക്കെ, ഡാബർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് സുനിറ മാം എന്തോ പറഞ്ഞോ? ഓക്കെ, ടാറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ആണോ? റിലയൻസ് ആണോ? ഇൻട്രസ്റ്റ് ആണോ? റിലയൻസ് ആണോ? റിലയൻസ് ആണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, റിലയൻസ് തന്നെയാണോ? റിലയൻസിന് വേറെ കളറാണ്. അപ്പോ ഉത്തരം ശരിയാണ്, റിലയൻസ് തന്നെയാണത്. ഒരു മിനിറ്റ്, വേറെ കളറാണ്. എന്റെ സ്ലൈഡ് മൂവ് ആവുന്നില്ല. മൂവ് ആവുന്നില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ കാണുന്നുണ്ടോ? അതന്നെ റിലയൻസ് തന്നെയാണ്. എനിക്കെന്താ ഒരു തെറ്റുത്തരം തെറ്റണോ? ഓക്കെ, കംപ്ലീറ്റ് പറയും. LIC. അയ്യോ പോയി. കുഴപ്പമില്ല കുഴപ്പമില്ല. നെക്സ്റ്റ് പറയൂ. ഇത് ആരാ പറഞ്ഞ ലൂയിസ് വീറ്റൻ? അതാരാ? ജാക്സൺ ആണ്. ലൂയിസ് വിറ്റൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഓക്കെ ഓക്കെ. ഇനി ഇതും കൂടി പറഞ്ഞു. ഇവർക്ക് നേരെ ആൻസറിലേക്ക് പോകുന്നതല്ലേ നല്ല. ഓക്കെ, എനിവേ നമുക്ക് ഇനി കുറച്ച് ഷോർട്ട് ഫോംസ് കാണിച്ചു തരാം. ഈ ഷോർട്ട് ഫോംസിന്റെ ലോങ് വൺ എന്താണ് അതിന്റെ ഫുൾ ഫോം എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, As soon as possible. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. യൂണിക് പിൻ നമ്പർ. പിന്നെ ഇൻഡെക്സ് UPI. Unified payment. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. യൂണിഫൈഡ് പേയ്മെന്റ് പേയ്മെന്റ് അല്ലേ പറഞ്ഞേ? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. I don't know. കറക്റ്റ് ആണ്. ഒരു മിനിറ്റ്. PDF Portable document file. portable file. PDF. Portable document file. PDF.
ഫയൽ കറക്റ്റ് ആണ്. ഫോമാറ്റ് ഫയൽ അല്ല ഫോമാറ്റ് ഫോമാറ്റ് ആണ്. സിം 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 ഫുൾ ഫോം ക്വസ്റ്റ്യൻ മാസ്റ്റർക്ക് അങ്ങനെയെങ്കിലും ഒരു മാർക്ക് നിങ്ങൾ തരൂ. കുട്ടികളായാലും അങ്ങനെ വേണം. സിം ഇല്ല അപ്പൊ ആൻസർ. അപ്പൊ ഞാൻ പറയാം. സബ്സ്ക്രൈബ് ഐഡന്റിറ്റി മോഡ്. കണ്ടുപിടിച്ച്. ഗൂഗിൾ നോക്കിയാലോ? ഓക്കെ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. മോഡല്ല മൊഡ്യൂൾ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഗെയിം. അപ്പൊ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയി പോയി ഇതും, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? എല്ലാരും ചടപടാന്ന് കയറി ആൻസർ പറയുന്നോണ്ട് ഓക്കെ ആണ്. ഒന്ന് ഉഷാറാവാൻ വേണ്ടി നമുക്ക് ഗെയിം വേണം. ഇനി ബാക്കിയുള്ള ആൾക്കാര് പെട്ടെന്ന് കയറി വന്ന് പറഞ്ഞോ, ഇനി ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ. ബാക്കി ആരെങ്കിലും ഉണ്ടോ? എന്റെ പേര് മുഹമ്മദ് ഫഹദ്. പറയ് ഫഹദ്. ഞാൻ ദുബൈയിലാണ്. BBA സ്റ്റുഡന്റ് ആണ്. ആൻഡ് സയൻസ് കഴിഞ്ഞിട്ട് നീറ്റ് എഴുതി MBBS എടുക്കണം, ആ ലെവലിൽ സൈക്കാട്രിസ്റ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ നടന്നില്ല. അതുകൊണ്ട് കൊമേഴ്സ് സ്ട്രീമിൽ അങ്ങനെയൊക്കെ പോയി. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഗൾഫിൽ കോളേജ് ലൈഫ് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ട്രിവാൻഡ്രത്താണ് കേരളത്തില് സ്ഥലം. ഈ ഗ്രൂപ്പിലെ ഏറ്റവും യങ്ങർ ഞാനാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോ എല്ലാരെയും കണ്ടിട്ട് അങ്ങനെ മുഖം തോന്നുന്നത്. കാണാണ്ട് നമ്മൾ എങ്ങനെ പറയും യങ്ങറാണെന്ന്? കാണുന്നുണ്ടോ? ഇതല്ല ഇല്ല. കാണുന്നില്ല. ഓക്കെ. ബാക്കിയുള്ളവർ കൂടി തീരുമാനിക്കണം അല്ലെ? ഞാനാണ് യങ്ങർ. ഓക്കെ. അതെ. ഓക്കെ. ഫഹദ് പറഞ്ഞു കഴിഞ്ഞു. ഫഹദ് പറഞ്ഞോ? അതെ, പറഞ്ഞു കഴിഞ്ഞു. അപ്പം സൈക്കോളജി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ ചെയ്തു പോവാന്ന് വിചാരിച്ചു. ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കുന്നതാണല്ലോ. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും ഫഹദ് സൈക്കോളജി ഫഹദും എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? നമ്മള് ഏകദേശം എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ പരിചയപ്പെടാൻ? യെസ്. ആരത്? ആരോ മൂളി, ഞാനും കൂടെ മൂളിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഒരു ഫൈനൽ ഗെയിമും കൂടി നോക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു ഫൈനൽ ഗെയിം കളിച്ചിട്ട് നമുക്ക് ഈ ഒരു പരിപാടി സമാപിക്കാം. എല്ലാരും ഗെയിമിന് റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാരും ക്യാമറ ഓൺ ചെയ്യണം. ഈ ഗെയിമിന് എല്ലാരും ക്യാമറ ഓൺ ചെയ്യാണ്ട് നമുക്ക് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ക്യാമറ ഓൺ ചെയ്യാം മാക്സിമം. എല്ലാവരും വീട്ടിലൊക്കെ എണീറ്റിരിക്കട്ടല്ലേ? ഒരു ഫിസിക്കൽ എല്ലാരും ഒന്ന് എക്സസൈസും കൂടിയാണ്. ഇത്ര നേരം കുറെ നേരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോ നമ്മള് ഒന്ന് എണീച്ച് ഒന്ന് ശരിയായി ഇരിക്കുക. കാരണം നമ്മളിത് കുറച്ച് ഓടുകയും ചാടൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. നമ്മള് ഗ്രാബ് ആൻഡ് റൺ. ഓക്കെ. അപ്പൊ ആ പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. നമ്മളിവിടെ യെസ് ഓടണം. ക്യാമറയും കൊണ്ട് ഓടണ്ട. നമ്മള് ഈ ക്യാമറ നല്ല വൃത്തിക്ക് എവിടെയെങ്കിലും വെക്കുക. കൈ പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ വൃത്തിക്ക് എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് നമ്മള് ഇനി അങ്ങോട്ട് കുറച്ച് പിക്ചർ കാണിച്ചു തരുന്നുണ്ടാവും. അപ്പൊ ആ പിക്ചർ ഉള്ള സാധനം എന്താണോ അത് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓടിപ്പിടിച്ച് കൊണ്ടുവരാ, ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ കാണിക്കുക. ഓക്കെ? വെരി ഗുഡ്. അല്ലേ?
ഓക്കെ മിസ്സേ അതൊക്കെ എനിക്ക് തുറന്നു ഒരു കേട്ടോ. ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്, എനിക്ക് ഓടാൻ പറ്റൂല കേട്ടോ. അയ്യോ വേണ്ട ഞാനിവിടെ വേണ്ട, ഓടണ്ട കട്ടന്നിരിക്കാം. ഓടണ്ട. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് കണ്ടോണ്ടിരുന്നോ? രസമാണ്, കണ്ടോണ്ടിരിക്കാൻ രസമാണ്. ഓക്കെ ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് ഓടാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ ആരും ഓടണ്ട, ബാക്കിയുള്ളവർ ഓടിയാ എനിക്ക് മതി. വിയർപ്പിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓടാൻ കഴിയില്ല. ഓക്കെ, ഈ അത് ഓടാൻ ശരി. പറ്റാത്ത ആൾക്കാർ അവിടെ ഇരുന്നിട്ട് കാണാൻ നല്ല രസമാണ് ഈ ഗെയിം. ഓക്കെ ഓക്കെ. അങ്ങനെ പറയരുത്, അവരൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുക, അസിസ്റ്റൻസിനെ വെച്ചോളൂ. അസിസ്റ്റൻസിന് അതും നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം കുട്ടികളൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവില്ലേ, ഈ അസിസ്റ്റൻസിനെ വെച്ചോ. നമ്മള് കുട്ടികളാണ് ഈ ഗെയിമിന്റെ മെയിൻ ആക്ച്വലി. ഓക്കെ, എലിസബത്ത് റെഡി ആയിരിക്കുന്നുണ്ട്. എടി സാന്ദ്രേ, ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാ അയ്യോ ഗ്ലാസ്. ഗ്ലാസ്. എലിസബത്തിന്റെ മുന്നേ തന്നെ ഉണ്ടായിരുന്നില്ലേ ഗ്ലാസ്? എല്ലാരിക്കും കിട്ടിയോ? അയ്യോ എല്ലാരിക്കും കിട്ടിയില്ല. നിഷിത കിട്ടി. കിട്ടിയിട്ടുണ്ട്. യെസ്, കിട്ടിയിട്ടുണ്ട്. നമ്പർ ആയതുകൊണ്ട് എനിക്ക് പേര് കാണാൻ പറ്റുന്നില്ല. വേറെ ആർക്കൊക്കെയാ കിട്ടിയിട്ടുള്ളത്? ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ കിട്ടി. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് കാണിക്കട്ടെ. ഗ്ലാസ് അവിടെ വെച്ചോ. ഗ്ലാസ് വളരെ സേഫ് ആയിട്ട് അവിടെ വെച്ചോ. നെക്സ്റ്റ്. മുന്നേ തന്നെ ഉണ്ടല്ലേ. ഓക്കെ, ജാക്സണും കിട്ടി, എലിസബത്ത് കിട്ടി. യെസ്, കിട്ടി. ഷഫീഖിന് കിട്ടി. പേര് ഷബ്നം അല്ലേ? സാൻജോയുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കൂളിംഗ് ഗ്ലാസ് ആണ്, സാരില്ല. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. യമുന കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സ്മിത. ഓക്കെ, കിട്ടി. നെക്സ്റ്റ്. ഇതേ ഉള്ളു, ഈ ടൈപ്പേ ഉള്ളു നമ്മുടെ അടുത്ത്. പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുന്ന ആള്. യെസ്, എല്ലാവർക്കും കിട്ടി. ഓക്കെ, പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുന്ന ആൾക്ക് പെട്ടെന്ന് കിട്ടും. ഷെഫീക്ക് എവിടെയോ പോയി, തപ്പാൻ പോയതായിരിക്കണം. ഓക്കെ, കിട്ടിയല്ലേ? ഓക്കെ. എലിസബത്തിന് എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഷബ്നം കിട്ടിയിട്ടുണ്ടോ? സുനീറ മാം ഇവിടെ ഇല്ലേ? എന്റെ നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്. ഓക്കെ, പെന്നോ പെൻസിലോ മതി. ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലേ? കാറിൽ തന്നെ ഉള്ളതുകൊണ്ട് സാൻജോ രക്ഷപ്പെട്ടു. യെസ്, എല്ലാവരുടെ അടുത്തും പെന്നുണ്ട്. നമ്മളെ BA സൈക്കോളജിയിൽ ഇപ്പോൾ ഉള്ള എല്ലാരും വളരെ എന്താ പറയാ, ചടപെടാൻ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എക്സാമിനും എല്ലാ കാര്യത്തിനും ഇത് കാണിക്കണം കേട്ടോ, ഗെയിമിന് മാത്രം പോരാ. യെസ്, എല്ലാ നമുക്ക് ഇഷ്ടംപോലെ പരിപാടികളൊക്കെ വരും. എല്ലാത്തിനും ഇതുപോലെ ചാടിച്ചാടും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ബുക്കുണ്ട്. അതെ, ബുക്കുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അതിന്റെ സൈഡ് കാണാൻ പറ്റും അടുത്ത എന്തുവാണ്. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്. കുട്ടികൾ ഒരു മിനിറ്റ്. ഹലോ, പ്ലേറ്റ് സ്പൂണും കാണിക്കണ്ട. അത് ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഒരു മിനിറ്റ്. ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പഴാ കണ്ടത്. കണ്ടിട്ട് മിണ്ടാതിരുന്ന ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ട് മിണ്ടാതിരുന്ന ആരെങ്കിലും? ഇത് നല്ല പരിപാടിയാണ്. ഇനി കാണില്ല. ഇപ്പൊ കാണുന്നില്ലല്ലോ? ഇല്ല, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു എലിസബത്ത്. ഇനി നെക്സ്റ്റ്. ഫോൺ അവിടെ വെച്ചൂടായിരുന്നു. ഹലോ, ഇതിനി എടുത്തു വെക്കാൻ ഞങ്ങൾ തന്നെ പോണ്ടേ?
പ്ലേറ്റ് കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഗെയിം, നമ്മളെ ടൈമും കഴിഞ്ഞിരിക്കുകയാണ്. എനിവേ, നമ്മളെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാണുന്നില്ലേ? എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ? എല്ലാരും ബ്രേക്കിംഗ് ആയിരുന്നു. ഓക്കെ. ഇനി എല്ലാവർക്കും ഇനി ഇരുന്നോ കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റോട് കൂടി നിന്ന് നമുക്ക് പരിപാടി ഇതാക്കി തന്ന ആളാണ്. ഇനി എല്ലാരും എടുത്തു പറയേണ്ടതാണ്. എല്ലാരും എന്താണ്, ഒന്നിനോടൊന്ന് മെച്ചമായിട്ടാണ് നമ്മളെ ഗെയിമിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആരും അങ്ങനെ ചടച്ചിരുന്നിട്ടില്ല. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഈ സെഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷനിലും നിങ്ങൾ ജോയിൻ ചെയ്യണം മാക്സിമം. ഇതുപോലെയല്ല, ഇനിയുള്ള സെഷൻസിലൊക്കെ നമുക്ക് ഓക്കെ ഇനിയുള്ള സെഷൻസ് ഇതുപോലെ ആയിരിക്കില്ല. നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ, സിലബസ് ഓറിയന്റഡ് ആയിട്ടും നമ്മൾ ലേൺ വൈസിനെ പറ്റിയും കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ട് കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ളത് ഉണ്ടാവുക. എന്നിരുന്നാലും എല്ലാവരും എല്ലാ സെഷനിലും ജോയിൻ ചെയ്യണം. നിങ്ങളിപ്പോ ഏകദേശം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഗെയിം ഒക്കെ നമ്മൾ അല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗെയിമിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. നിങ്ങളുടെ സഹകരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത്, അല്ലേ സുനിറ മാം? അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാനൊരു ഒരു ആക്ഷൻ ടാസ്ക്, അതായത് നമുക്കൊരു ഹോംവർക്ക് പോലെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്ന് പറയുന്നത്, നമ്മളുടെ ഓരോ സെഷനിലും നമ്മൾ ഇതുപോലൊരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാകും. അപ്പൊ അത് നിങ്ങൾ എല്ലാ സെഷനിലും എന്ത് ചെയ്യാ, ഒന്ന് അത് ഒരു മിനിറ്റ് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ അവസാനം ഏറ്റവും നല്ല പെർഫോമറെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. എല്ലാ അതെ, സെഷൻസും അവർക്ക് കംപ്ലീറ്റ് പ്രൈസ് ഒക്കെ ആവുന്ന കൊടുക്കും. അവര് കൈയടിച്ച് അതെ അതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. കാണുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ സ്ക്രീന്? ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു വെൽക്കം മീറ്റ് ആയിരുന്നല്ലോ ഇത്, നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ എന്ത് ഫോൾഡർ ചെയ്യണം? ആണ് കാണുന്നത്. ഫോൾഡർ ആണ് കാണുന്നത്. ഇതാണ് നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, ഒന്നാമത്തത്. അപ്പൊ ഇതില് ഒരു മിനിറ്റ്, ഒന്നുമില്ല, നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതില് ഒരു വെൽക്കം മീറ്റ് പോലെ ആയിരുന്നല്ലോ നമ്മളുടേത്. അപ്പൊ ഇതിൽ നമ്മൾ ഒന്ന് നമ്മളുടെ പേര്, നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മളുടെ മെന്റർ ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് എഴുതിയിട്ട് ഒന്നെങ്കിൽ പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക. ഓക്കെ, നമ്മൾ ഹോബീസ് എന്താണ്, നമ്മൾ ജോബ് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മെന്റേഴ്സിന് കൂടുതൽ നമ്മളെ പറ്റി, സ്റ്റുഡൻസിനെ പറ്റി, ലേണേഴ്സിനെ പറ്റി അറിയാൻ വേണ്ടി പറ്റും, അല്ലെ? നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആളാണ്. എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മെന്റേഴ്സിന് സ്റ്റുഡൻസിനെ അറിയണം, നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, ഈ രീതിയൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതൊന്ന് ഫിൽ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കണം. എല്ലാ ഓറിയന്റേഷൻ സെഷനിലും നമ്മൾ ഇതുപോലെ ആക്ഷൻ ടാസ്ക് ഉണ്ടാകും. അപ്പൊ എല്ലാ ആക്ഷൻ ടാസ്കും കൃത്യമായിട്ട് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സെഷനിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും, സുനീറ മാം പറഞ്ഞതുപോലെ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ലാസ്റ്റ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ പറയുണ്ടാവും, അല്ലേ? നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ് കയ്യടി കൊടുക്കുന്നുണ്ടാവും, അല്ലേ സുനീറ മാം? യെസ് ഓക്കെ. അപ്പൊ എല്ലാവരും ഈ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സെഷൻസിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നേരത്തെ ഹനാ മാം പറഞ്ഞതുപോലെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അതിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. മെന്റേഴ്സുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവരും നമ്മുടെ ലേൺ വൈസിലേക്ക് ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.